ഏറ്റവും മികച്ച ജിം ട്രെയിനർക്കുള്ള അവാർഡ് പ്രഖ്യാപിക്കുകയാണ്. ഒരു പെൺകുട്ടിയുടെ പേരാണ് പറയുന്നത്. അതൊരു മുസ്ലിം പെൺകുട്ടിയാണ്. തട്ടമിട്ട് ജീൻസും ഒരു ടീഷർട്ടും ഇട്ട് ഒരു പെൺകുട്ടി നടന്നു വരുന്നു. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു ജിം ട്രെയിനർ ആയിട്ടൊരു പെൺകുട്ടി ബെസ്റ്റ് ജിം ട്രെയിനറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അവൾ വന്ന് മൈക്ക് വാങ്ങിച്ചാൽ ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതം ഉണ്ടാവൂലേ ഞാൻ ഈ തട്ടൊക്കെ ഇട്ട് ജിം ട്രെയിനർ ആയോന്ന്. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും ഇതിനെതിർത്തിരുന്നു. എൻ്റെ ബന്ധുക്കൾ എതിർത്തു, അയൽവക്കക്കാർ എതിർത്തു. എൻ്റെ കൂടെ നിന്നത് എൻ്റെ ഭർത്താവാണ്. അയാളാണ് പറഞ്ഞത്, നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോടി, കൂടെ ഞങ്ങളുണ്ടെന്ന്. ഈ അവാർഡ് വാങ്ങിക്കുമ്പോൾ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, സാറേ ഈ അവാർഡ് ഞാൻ പറയുന്ന ആൾക്ക് കൊടുക്കാമോ? അപ്പം ഞാൻ വിചാരിച്ചു ഇതിലും നല്ല ട്രെയിനർ വേറെ ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പം അവർ പറഞ്ഞു, എനിക്ക് സാർ ഈ അവാർഡ് കൊടുക്കേണ്ടത് എൻ്റെ മോൾക്കാണ്. മോൾക്ക് 5 വയസ്സേ ഉള്ളൂ. എന്നിട്ട് ആ സ്ത്രീ മക്കിക്കൂടെ പറയാണ്, ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് അവശയായി വരുമ്പോൾ എൻ്റെ കിടക്കുവിരി മടക്കി എല്ലാം റെഡിയാക്കി വെക്കുന്നത് എൻ്റെ മോളാണ്. അലക്കാനുള്ള ഡ്രസ്സുകളെല്ലാം കൊണ്ട് കൃത്യമായിട്ട് കൊണ്ടിടുന്നത് എൻ്റെ മകളാണ്. രാവിലെ ചിലപ്പോൾ ചില ക്ലയന്റുകൾ നേരത്തെ ഉണ്ടാവും, അപ്പൊ സ്റ്റൂളും കയറി കട്ടൻ ചായ തിളപ്പിച്ച് ഉമ്മി എന്ന് പറഞ്ഞു കൊണ്ടു കൊടുക്കുന്നത് എൻ്റെ മകളാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആ മകൾ അവിടെ നിന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ആ സ്ത്രീ ആ മകളെ ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ട് അവളുടെ കയ്യിൽ അവാർഡ് ഞാനിങ്ങനെ കൊടുത്തു. ഇവിടെയുള്ള മാതാപിതാക്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെങ്കിലും നിങ്ങളുടെ മകനെയോ മകളെ ഇങ്ങനെ എടുത്തുയർത്തിയിട്ട് ബിക്കോസ് ഓഫ് ഹെർ ഐ സ്മൈൽ, ബിക്കോസ് ഓഫ് ഹിം ഐ സ്മൈൽ, അങ്ങനെ പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ ഏറ്റവും നല്ലത് അവർ കാണും. ഏറ്റവും നല്ലത് അവരിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ ഈ ക്രിസ്ത്യൻസ് പറയുമ്പോൾ എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറയാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. നമുക്ക് ഏറ്റവും നല്ല മക്കളെ ഇവിടുന്ന് വാർത്തെടുക്കുക. ഏറ്റവും നല്ല മക്കളെ അവര് ഇവിടുന്ന് പഠിച്ചിറങ്ങി അവരുടെ മരണത്തിന് തൊട്ട് മുമ്പ് വരെ അവർ കണ്ണടച്ചാൽ അമ്മയുടെ പൊന്നുമോനെന്ന് പുഞ്ചിരിച്ച്, ടീച്ചറുടെ പൊന്നുമോനെന്ന് പുഞ്ചിരിച്ചെന്ന് പറയുന്ന ഒരു മുഖമെങ്കിലും ഓക്സിലത്തിൽ നിന്ന് ഓർത്തെടുക്കാൻ ഈ പാവം പിടിച്ച മക്കൾക്ക് ഉണ്ടാവട്ടെ. ഈ ആനുവൽ ഡേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.